ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. നമ്മൾ ഈ വീഡിയോയിലെ കാണാമറയത്ത് എന്നുള്ള സീരിയലിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് രോഹിത് സോനാക്ഷിനെ ചികിത്സിക്കുന്നതാണ്. അവളുടെ BP ചെക്ക് ചെയ്യുമ്പോൾ അവളുടെ BP ലോ ആണെന്ന് അവൻ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ സോനാക്ഷിയുടെ ബോധം തെളിയുമ്പോൾ കൂടെയുള്ളവരെ ഇത് ഡോക്ടറാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ നിങ്ങളുടെ BP വളരെ ലോ ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് മരുന്നുകൾ അവൾക്ക് വാങ്ങാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടതും അവൾ പറയാണ്, എനിക്ക് ഈ മരുന്നൊന്നും മേടിച്ച് കഴിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ ഈ മരുന്നിനെ കുറിച്ച് ഞാൻ ഇൻ്റർനെറ്റിൽ കണ്ടിട്ടുണ്ട്, ഇതിന് ഒരുപാട് സൈഡ് ഇഫക്ട്സ് ഉണ്ട്, പിന്നെ സ്കിന്നിന് അലർജിക്കൊക്കെ ആണ് എന്നൊക്കെ പറയുമ്പോൾ അവൻ അത് കേട്ടിട്ട് ദേഷ്യം വരികയാണ്. എന്നിട്ട് പറയാണ്, എന്നാൽ നിങ്ങൾ ഇൻ്റർനെറ്റ് ഡോക്ടറിനെ വിളിച്ചോ, നിങ്ങളുടെ ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ഒന്നും വിളിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് എണീച്ച് പോവാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇത് എന്ത് മനുഷ്യനാണ്, ഇയാൾക്ക് ഈ മരുന്നൊന്നും മാറ്റി എഴുതി തന്നാൽ പോരെ, ഇത്ര ഷോ കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് അവൾ പറയുമ്പോൾ അവൻ അതും കേട്ടിട്ട് നല്ല ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴും അവളുടെ ഫ്ലെക്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് നേരം ദേഷ്യത്തോടെ നോക്കി നിന്നിട്ട് ഡ്രൈവറെ വിളിച്ചിട്ട് അവൻ കാറിൽ കയറി പോവുകയാണ്. പിന്നെ രോഹിത്തിൻ്റെ വീട്ടിലെ ജോലിക്കാരിൽ നിന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അവർ ഈ പാർവതിയുടെ കഥ എന്ന സീരിയലിൻ്റെ വലിയ ഫാൻസാണ്. അപ്പോൾ അങ്ങനെ ഹാളിലത്തെ ഡൈനിങ് ടേബിളിൻ്റെ അവിടുത്തെ TV നിന്ന് അവർ ആ ഷോ കാണാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഷോ തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ ഈ സമയമായിരിക്കും രോഹിത് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. രോഹിത് ഫുഡ് വിളമ്പാൻ വേണ്ടി പറയാണ്. അപ്പോൾ ആ ജോലിക്കാർ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഫുഡ് എടുത്തിട്ട് നിങ്ങളുടെ റൂമിലേക്ക് വരാം രോഹിത് സാറേ എന്ന് പറയുമ്പോൾ, അത് വേണ്ട, ഞാൻ ഡൈനിങ് ടേബിളിൽ തന്നെ ഇരുന്ന് ഫുഡ് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ അവളാകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അയ്യോ, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ സീരിയൽ കാണുക എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. സാറിന് ഞാൻ റൂമിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ, ഡൈനിങ് ടേബിൾ ഇവിടെ അല്ലേ, അപ്പം ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് അവൻ ഫ്രഷ് ആവാൻ വേണ്ടി പോകുമ്പോൾ അവരാകെ പെട്ട അവസ്ഥയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ സോനാക്ഷിനെയാണ് കാണിക്കുന്നത്. അവൾ വീട്ടിലേക്ക് വരികയാണ്, ഒപ്പം ഡയറക്ടറും ഉണ്ട്. അപ്പോൾ അവളുടെ അമ്മ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഡയറക്ടറിനെ നല്ല രീതിക്ക് ചീത്ത പറയാണ്, നിങ്ങൾ എൻ്റെ മോളെ ഒരുപാട് നേരം വർക്ക് ഇടിപ്പിച്ചിട്ടാണ് അവൾക്ക് ഇങ്ങനെ തലകറക്കമൊക്കെ വരുന്നത്, BP ലോ ആവുന്നത്. പിന്നെ അത് മാത്രമല്ല, 23 ദിവസം നിങ്ങൾ ഷൂട്ട് ചെയ്യിപ്പിച്ചിട്ട് 21 ദിവസത്തെ പൈസ മാത്രമേ നിങ്ങൾ കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സോനാക്ഷി അവിടെ നിന്ന് എണീച്ചിട്ട് പറയാണ്, അമ്മ എന്തൊക്കെ ഈ പറയുന്നത്, ആ പൈസ അടുത്ത മാസം മാഡം തരാമെന്ന് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അവൾ. അപ്പോൾ ഇത് കേട്ടിട്ട് ആ ഡയറക്ടർ സോനാക്ഷിനെ നോക്കിയിട്ട് പറയുകയാണ്, സോനാക്ഷി ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, 10 ദിവസം ലീവ് എടുത്തിട്ട് നമുക്ക് ഒരു സ്ഥലത്തേക്ക് ടൂർ പോവുക, അപ്പോൾ നിൻ്റെ മൈൻഡ് കാമാവും ചെയ്യും, ഹെൽത്ത് ഒന്ന് ഓക്കെ ആവും ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും ടിക്കറ്റ് ഇപ്പം തന്നെ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ സോനാക്ഷിയുടെ അമ്മ ആകെ പെട്ട അവസ്ഥ ആവുകയാണ്. കാരണം അമ്മയ്ക്ക് ഈ പൈസ എന്നുള്ള ആ ഒരൊറ്റ വിചാരമേ ഉള്ളൂ. അപ്പോൾ ഈ 10 ദിവസം ഇവൾ ലീവ് എടുത്താൽ ആ പൈസ മുഴുവൻ പോവില്ലേന്ന് അമ്മ മനസ്സിൽ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം പെട്ടെന്ന് ഡയറക്ടറുടെ അടുത്തേക്ക് പോയിട്ട്, നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യൊന്നും വേണ്ട, ഇങ്ങോട്ടും പോകുമൊന്നും വേണ്ട, അവൾ നാളെ എന്തായാലും ഷൂട്ടിങ്ങിന് വരും, അവൾ ഓക്കെയാണ്, അവൾക്ക് ഒന്ന് ഉറങ്ങി എണീച്ചാൽ എല്ലാം ശരിയാവുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സോനാക്ഷി അവിടെയുള്ള ജോലിക്കാരിയോട് അനിയത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അതായത് പരീനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ പറയാണ്, അവൾ പാർട്ടിക്ക് പോയി എന്ന് പറയുമ്പോൾ അവൾക്ക് നന്നായിട്ട് ദേഷ്യം വരികയാണ്. എന്നിട്ട് അമ്മയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ അമ്മ ആകെ ബാഡായിട്ടാണ് അവളോട് സംസാരിക്കുന്നത്, നീ ഇതിൽ ഇടപെടാൻ വരണ്ട, കാരണം നീ ഒരു TV സീരിയൽ ആക്ട്രസ് ആണ്, അവളിനെ ഞാൻ എന്തായാലും വലിയ ഒരു ഫിലിം ആക്ട്രസ് ആക്കുക തന്നെ ചെയ്യും. നിനക്കൊരു കാര്യം അറിയോ, ഈ TV സീരിയൽ നടിമാർ സിനിമാ നടിമാരുടെ 7 അയലത്ത് പോലും വരില്ല, അതുകൊണ്ട് മോൾ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട, ഞാൻ അവളുടെ കാര്യം തീരുമാനിച്ചോളാം, പരി എങ്ങനെ നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, നീ അതിൽ ഇടപെടാൻ വരണ്ടാന്ന് അമ്മ ദേഷ്യത്തോടു കൂടി തന്നെ പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൾ ആകെ വിഷമിക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് റൂമിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കരയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവൾ നമ്മളോട് പറയുന്ന രീതിയിലാണ് ആ സീൻ കാണിച്ചിരിക്കുന്നത്, ഞാനും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, എന്താ ആരും ഇത് കാണാത്തത്, ഞാനും അധ്വാനിക്കുന്നുണ്ട്, ഈ സിനിമാ നടിമാരെ പോലൊക്കെ തന്നെയാണ് ഞങ്ങൾക്കും, പുറമേ നിന്ന് കാണുന്നവർക്ക് ഞങ്ങളുടെ ജീവിതം നല്ല രസകരമായിട്ട് തോന്നിയേക്കാം, പക്ഷേ ഒരു ദിവസത്തിലെ 12-14 മണിക്കൂർ അടക്കം ഞങ്ങൾ ഷൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടാനുസരണം ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല, എല്ലാത്തിനും ഓരോ നിയന്ത്രണങ്ങളുണ്ട്, ഓരോ പ്രശ്നങ്ങൾ അതിന് ഉണ്ട്, പക്ഷെ ആരും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല, എൻ്റെ അമ്മ പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, എന്താ ആളിങ്ങനെ ആയി പോയതെന്ന് അവൾ വിഷമത്തോടു കൂടി പറയുന്നുണ്ട്. പിന്നെ രോഹിത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആ ജോലിക്കാരിയില്ല, അവളുടെ പേര് നിമ്മി എന്നാണ്, നിമ്മി വന്നിട്ട് വിളമ്പി കൊടുക്കുന്നുണ്ട്, വേഗത്തിൽ ഇങ്ങനെ വിളമ്പിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് രോഹിത് ഇങ്ങനെ അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട്, ഇതിന് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, എന്താണ് എനിക്ക് പറ്റിയതെന്ന് നിമ്മിയോട് ചോദിക്കുന്നുണ്ട്. അപ്പം നിമ്മി പറയാണ്, എൻ്റെ ഇഷ്ടപ്പെട്ട ഷോ തുടങ്ങാറായി, ഞാനതൊന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ, നീ പോയിട്ട് കണ്ടോ എന്നവൻ പറയുമ്പോൾ ലോട്ടറി അടിച്ച മാതിരി നിമ്മി ചിരിച്ചിട്ട് ഓടിയിട്ട് സീരിയൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് രോഹിത് അത് ശ്രദ്ധിക്കുന്നുണ്ട്.
അപ്പോൾ ഈ സീരിയലിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നിമ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സോനാക്ഷിനെ കണ്ടിട്ട് ഈ പെണ്ണിനെ ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പാർവതി ചേച്ചീനെ നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് നിമ്മി ഓടിയിട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഞാൻ ഇന്ന് കണ്ടു, അവളുടെ BP ലോ ആയിരുന്നു, അപ്പോൾ ചികിത്സിക്കാൻ പോയതാണെന്ന് പറയുമ്പോൾ നിമ്മി നിങ്ങൾ ശരിക്കും പോലെ മരുന്നൊക്കെ കൊടുത്തില്ലേന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് നിമ്മീനെ ഒരുമാതിരി നോട്ടം രോഹിത് നോക്കുന്നുണ്ട്. ഇതെന്താ ഇപ്പോൾ കഥ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൻ പറയാണ് ഞാൻ അവൾക്ക് മരുന്നൊക്കെ എഴുതി കൊടുത്തു, പക്ഷെ അവൾക്ക് എന്നെക്കാൾ കൂടുതൽ എല്ലാം അറിയാം മരുന്നിനെ കുറിച്ചൊക്കെ എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് അവൾ കഴിക്കുന്നില്ല എന്നും പറഞ്ഞു എന്ന് പറയണം. അപ്പോൾ നിമ്മി പറയാണ് ഞങ്ങളുടെ പാർവതി ചേച്ചി അങ്ങനെയാണ്, ആൾക്ക് എല്ലാത്തിനെ കുറിച്ചും നല്ല അറിവാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും സീരിയൽ കാണാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ പാർവതിയുടെ കഥ എന്നുള്ള സീരിയലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കഥ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവളുടെ പാർവതിയുടെ ഭർത്താവ് ഓപ്പറേഷന് വേണ്ടിയിട്ട് കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ അവൾ ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് പ്രാർത്ഥിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ രോഹിത് ഇതൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്നിട്ട് ആ സീരിയലിനെ ട്രോളുന്നുണ്ട്. ഇതെന്താ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ആരാ അമ്പലമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, മണിയടിയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിമ്മി സാറൊന്നും മിണ്ടാതിരുന്നേ, സാറിന് ഇനി വല്ലതും വേണമെന്ന് ചോദിക്കുമ്പോൾ അവൻ തമാശയ്ക്ക് എനിക്ക് കത്രീന കൈഫ് വേണമെന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നിമ്മി ഞാൻ 5 മിനിറ്റിനുള്ളിൽ കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ ചിരിക്കുകയാണ്. അതിനുശേഷം ആ സീരിയലിൽ പാർവതി ഓടുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിമ്മി അവിടെ ഇരുന്ന് ഓടുന്ന പോലെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി കണ്ടതും രോഹിത് ഇവൾക്ക് ശരിക്കും ഭ്രാന്താണെന്നുള്ള രീതിയിൽ ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പാർവതിയുടെ ഭർത്താവ് മരിച്ചു എന്ന് ഡോക്ടർ വന്ന് പറയുന്ന സീനിൽ പാർവതി ഡോക്ടറിനെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്, അങ്ങനെയൊന്നും നടക്കുന്നേയില്ല, എൻ്റെ ഭർത്താവ് മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പിന്നെ ഞാനങ്ങനെ ഇവിടെ ജീവനോടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ക്രിഞ്ച് ഡയലോഗൊക്കെ അവൾ പറയുന്നുണ്ട്. അതിനുശേഷം അവൾ ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിപ്പോയിട്ട് എൻ്റെ ഭർത്താവിനെ ഞാൻ തന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഓപ്പറേഷൻ അവൾ തന്നെ ചെയ്യുന്നതും മരണപ്പെട്ടു പോയ ഭർത്താവിനെ ജീവൻ വെപ്പിക്കുന്നതുമാണ് ആ സീനിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് രോഹിത് അന്തം വിട്ടിരിക്കുന്നുണ്ട്. ഈ സീരിയൽ ഞാൻ നിർത്തിക്കുക ചെയ്യും, എന്താ ഈ കാണുന്നത്, ലോജിക്കില്ലാത്ത കാര്യമാണ് അവർ ഈ കാണിക്കുന്നത്. മെഡിക്കൽ സയൻസിൻ്റെ ഒരു വിലയില്ലേ, ഈ ഡോക്ടേഴ്സിന് ഒരു വിലയില്ലാത്ത പോലെയാണ് അവരതിൽ കാണിക്കുന്നത്. മാത്രമല്ല ഇത് ബാക്കിയുള്ള ആൾക്കാർ കണ്ടാൽ അതേപോലെ അവർ ചെയ്താൽ ഇവരെന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണെന്ന് അവൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. സോനാക്ഷിയും അവളുടെ അനിയനും തമ്മിൽ സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് അവൾ ചോദിക്കുമ്പോൾ ഗേൾഫ്രണ്ടൊക്കെ ഇട്ടിട്ട് പോയി ചേച്ചിയുടെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ നിന്നിരുന്നതെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം രോഹിത്തിൻ്റെ വീട് തന്നെയാണ് കാണിക്കുന്നത്. രോഹിത്തിൻ്റെ യാഷങ്കളും ആൻറ്റിയും കൂടിയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് രോഹിത്ത് നന്നായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ആരോടോ സംസാരിക്കുന്നതാവും അവർ കാണുക. അപ്പോൾ അവനാണെങ്കിൽ ഈ സീരിയലിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ ആൾക്കാരോട് വിളിച്ച് സംസാരിക്കാവും. അപ്പോൾ അവരോട് പറയുന്നുണ്ട് ഈ സീരിയലുണ്ടല്ലോ ഒരു ലോജിക്കില്ലാത്ത സീരിയലാണ്, നിങ്ങളത് നിർത്തി തന്നെ വേണം. ഒരു പെണ്ണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിപ്പോയിട്ട് ജീവനില്ലാത്ത ആളെ ജീവൻ വെപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആൾക്കാർ കണ്ടാൽ അവരും അതേപോലെ ചെയ്യില്ലേ, നിങ്ങൾ ഇതിനെതിരെ കേസ് എടുക്കണം. അവർ ഡോക്ടേഴ്സിന് പോലും ഒരു വിലയും തരുന്നില്ല, മെഡിക്കൽ സയൻസിന് പോലും ഒരു വിലയില്ല, അപ്പോൾ കേസ് എടുക്കണം പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിമ്മിയാണെങ്കിൽ അപ്പുറത്ത് പേടിച്ച് വരച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോണിലുള്ള ഒരു സഹി കേട്ടിട്ട് ആ ഫോൺ കട്ടാക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല, എന്താ ഷോയുടെ പേരെന്ന് ചോദിക്കുമ്പോൾ നിമ്മി പാർവതിയുടെ കഥ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നോക്കിക്കോ ഞാനത് നിർത്തി തന്നെ ചെയ്യുന്നു ദേഷ്യത്തോടു കൂടി അവൻ പറയുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. പിന്നെ മല്ലു ഡ്രാമ ബോക്സ് 2.0 എന്ന സെക്കൻഡ് ചാനലിലെ നാഗിൻ 3യുടെ മലയാളം എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അത് ഒന്ന് കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.